കോഴിക്കോട് താമരശ്ശേരിയിൽ മാധ്യമപ്രവർത്തകന് വധഭീഷണി. താമരശ്ശേരിയിൽ പ്രാദേശികമായി ഉണ്ടാകുന്ന വിഷയങ്ങൾ പ്രമുഖ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന മജീദ് താമരശ്ശേരിയെ വഴിയിൽ തടഞ്ഞുവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ക്രിമിനൽ കേസ് പ്രതിയായ ഡാനിഷാണ്. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് ഡാനിഷ് താമരശ്ശേരി ചുങ്കത്തെ വീട്ടിൽ കയറി യുവതിയെയും 14-കാരനായ മകനെയും യുവതിയുടെ പിതാവിനെയും ആക്രമിച്ചത്. വ്യക്തിപരമായ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു അതിക്രമം. ഡാനിഷ് വീട്ടുകാരെ കല്ലുകൊണ്ട് അടിക്കുകയും ക്രൂരമായ അതിക്രമം നടത്തുകയും ചെയ്തു. വീട്ടിലെ മതിലിലിരുന്ന വാക്കത്തിയും കുടുംബത്തിനു നേരെ വീശിയിരുന്നു. ഇത് കൊടുവാളിന്റെ പിടികൊണ്ടോ കുത്തിയതാ, പിടിച്ചേക്കാൻ ചെന്നിട്ട് ഓന് ഉപ്പനെ വെട്ടാൻ ചെന്നതാ. എല്ലാവർക്കും നേരവും വയറ് വീശിയതാ. ഫുള്ളിങ്ങനെ കത്തിയെടുത്തിട്ട് ഒന്നായിട്ട് വീശിക്കാൻ ഞാൻ വിചാരിച്ച ആർക്കോ വെട്ടി കിട്ടിയെന്ന് ഞാൻ ഉറപ്പിച്ചതാ. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തതിനാണ് മജീദ് താമരശ്ശേരിക്ക് നേരെ വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതി വന്നിട്ട് വളരെ മോശമായിട്ട് ആദ്യം തെറി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നീ എങ്ങനെയാണ് വാർത്ത കൊടുക്കുക, എങ്ങനെയാണ് എൻ്റെ പേര് വെക്കുക എന്നുള്ള രൂപത്തിലൊക്കെ കുറേ സംസാരിച്ചിട്ട് ഇനി മേലിൽ ജീവിക്കാൻ വേണ്ടി ഞാൻ അനുവദിക്കില്ല, അതിനെ വെറുതെ വിടൂല, എന്നെ ശരിയാക്കി കളയുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വല്ലാത്ത രൂപത്തിലുള്ള ഭീഷണി. ആള് ലഹരിയിലുമാണ്, ലഹരിപ്പുറത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. വീട്ടിൽ കയറി കുടുംബത്തെ ആക്രമിച്ച കേസിലെ പ്രതിയായ ഡാനിഷ് താമരശ്ശേരി ചുങ്കം ബാലുശ്ശേരി റോഡിലെ മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസിന് താഴെ വെച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ മജീദ് താമരശ്ശേരിയെ തടഞ്ഞുവെച്ച് തെറി അഭിഷേകം നടത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരം ഇങ്ങനെ തുടർന്നു. കുറച്ചൊക്കെ ഞാനിങ്ങനെ മാറി പോന്നു, പോയിക്കോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാറിയിട്ട് പോന്നു. പിന്നെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് എന്നെ ഞാൻ ശരിപ്പെടുത്തു, ഈ സൂക്ഷിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് എൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ ആ നമ്പർ ഡയൽ ചെയ്യുന്ന സമയത്ത് നമ്പർ ശ്രദ്ധിച്ചിട്ട് ഉടൻ തന്നെ കാറിൽ പോയിട്ട് കയറി കാറും എടുത്ത് സ്ഥലം വിട്ടു. പോലീസിന് ഫോൺ ചെയ്യാൻ തുടങ്ങിയതോടെ ഡാനിഷ് സ്ഥലത്തുനിന്ന് കാറെടുത്ത് കടന്നു കളഞ്ഞു. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.